50,000 രൂപയാണ് കേട്ടോ ഞാൻ അവൾക്ക് കൊടുക്കാൻ പോണത്. ഇതൊരു പ്രാങ്ക് ആയിരുന്നു. അതിന്റെ ഉള്ളിൽ നിന്ന് വല്ല പാമ്പും പഴുതാരൊക്കെ വരും കേട്ടോ. അയ്യടാ ഹലോ ഗായ്സ്, C4 കപ്പിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരുവിധം ഞാൻ എല്ലാ ഒരു യൂട്യൂബിൻ്റെ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റേൻ്റെ ഒക്കെ പേജിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ക്യാഷ് ഹണ്ടർ എന്നുള്ള ഒരു ഗെയിം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ എൻ്റെ വീട്ടിലെ ഒന്ന് പ്രയോഗിച്ച് നോക്കി കഴിഞ്ഞാൽ സോണിനെ വെച്ചിട്ട് ആ ഗെയിം ഒന്ന് കളിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ലാസ്റ്റ് വരെ ഈ വീഡിയോ കാണണം. വളരെ രസകരമായിട്ടുള്ള കുറച്ച് മുഹൂർത്തങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും. ഇനി നമുക്ക് ഈ ഗെയിം എങ്ങനെയാണ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ഞങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞുതരാം. ഈ ഗെയിമിൽ വിന്ന് ചെയ്യുന്ന നമ്മുടെ സോണിക്ക് കിട്ടാൻ പോണത് 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല 50,000 രൂപയാണ് കേട്ടോ ഞാൻ അവൾക്ക് കൊടുക്കാൻ പോണത്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാവും, അവളിത് എങ്ങനെ ചലഞ്ച് ചെയ്യും എന്നുള്ളത് ഒരു പിടുത്തമില്ല. അത് അവളെ കഴിവ് പോലെ അവൾ ശ്രമിക്കട്ടെ. അപ്പോൾ ഈ ഗെയിമിന് കുറച്ച് റൂളും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. അത് എങ്ങനെയാണെന്നല്ലേ, അതായത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ ക്യാഷ് ഹണ്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങനെ ക്യാഷ് എടുത്ത് കൊടുക്കാൻ പറ്റില്ലല്ലോ. ഇതിന് കുറച്ച് ഘട്ടങ്ങളൊക്കെ ഇല്ലേ. അപ്പോൾ ഈ ഇതിൽ 5 ഘട്ടങ്ങളാണ് ഞാൻ അവൾക്ക് ടാസ്ക് ആയിട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ 5 ഘട്ടത്തിൽ ക്യാഷ് കിട്ടണം എന്നുണ്ടെങ്കിൽ അവൾക്ക് 5 ക്ലൂ ഞാൻ കൊടുക്കും. ഈ ക്ലൂ അടിസ്ഥാനമാക്കിയിട്ട് അവൾ അത് കണ്ടെത്തിയിട്ട് വേണം നമ്മുടെ പ്രൈസിലേക്ക് അവൾക്ക് പോകാനായിട്ട്. അപ്പോൾ അത് അവൾക്ക് എത്രത്തോളം മാക്സിമം കിട്ടുന്നതൊന്നും നമുക്കൊരു പിടുത്തമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും അവളോട് തന്നെ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം, ഈ ഗെയിമിനെ പറ്റി ഒന്ന് പറഞ്ഞു നോക്കാം. അവൾക്ക് എത്രത്തോളം ചാലഞ്ചിങ് ആവും എന്നുള്ളത് നമുക്ക് കാണാം. ഓക്കെ സോണിയ, വിളിച്ചു നോക്കാം. ഇവിടെ ആയോ? പിന്നെ വെറുതെ ഒരു 50,000 രൂപ കിട്ടിയ ഞാൻ കണ്ട ഉനക്ക് നല്ല രസമായിരിക്കും. ആണാ? എന്നാ പിടിച്ചോ. അയ്യടാ, ഈ 50,000 രൂപ നിനക്ക് ഞാൻ തരണമെന്നുണ്ടെങ്കിൽ ഒരു ടാസ്ക് ഉണ്ട്, അതായത് ഒരു ഗെയിം. ആ ഗെയിമിന്റെ പേര് ഞാൻ ഇട്ടിരിക്കുന്നത് ക്യാഷ് ഹണ്ടർ എന്നാണ്. മറ്റേ അവിടെ എവിടെയൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ട് കണ്ടുപിടിക്കുന്നത്. യെസ്, അതന്നെ. അപ്പൊ ഇതില് നിനക്ക് വെറുതെ 50,000 രൂപ അങ്ങോട്ട് കിട്ടൂല. അതിന് ഞാനിത് നമ്മള് ഒരു 5 ക്ലൂ ഞാൻ നിന്റെ പല സ്ഥലത്തായിട്ട് ഞാൻ ഇവിടെ ഒളിപ്പിച്ചു വെക്കും. ആ ക്ലൂ നീ കണ്ടെത്തി നീ എത്രത്തോളം നീ പോണോ അപ്പോഴാണ് നിനക്ക് ഈ ഒരു പ്രൈസ് അമ്മനായിട്ട് കിട്ടാൻ പോണുള്ളൂ. ഓക്കെ, 5 ക്ലൂ നിസ്സാര ക്ലൂ ഒന്നല്ല, കുറച്ച് ടാസ്ക് ആണ്. ചിലപ്പോ നമുക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കും. ഇല്ലാന്നുണ്ടെങ്കിലും ഇവിടെ ഒന്നും പോകില്ല. നമ്മള് നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മള് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അയ്യടാ, കാണാലോ എന്താ ഉണ്ടാവുക എന്നുള്ളത്. അപ്പൊ ഗൈസ്, അപ്പൊ അവളടുത്ത് ഞാൻ കാര്യം അവതരിപ്പിച്ചിട്ടുണ്ട്. നീ ഓക്കെ ആണോ? റെഡിയാണോ? ഞാൻ റെഡി. 50,000 രൂപ തരണേ ഉള്ളൂ. അത് പ്രൈസ് കിട്ടുകയാണെങ്കിൽ ഞാൻ എനക്ക് തരും. അപ്പൊ എന്ത് ചെയ്യാനാ? ഓക്കെ, അപ്പൊ 50,000 രൂപയ്ക്കുള്ള പ്രൈസിന്റെ കളിയാണ് കേട്ടോ ഗൈസ്. എന്തായാലും നമുക്ക് വീഡിയോ ഇനി കാത്തിരുന്ന് കാണാം. അപ്പൊ സോണിയ, ഗെയിമിന് നിങ്ങൾ റെഡിയാണോ? റെഡിയാണ്. ഓക്കെ അല്ലേ? അപ്പൊ നിനക്ക് ഈ വീടിന്റെ മുക്കും മൂല എന്തായാലും നല്ലോണം അറിയാവുന്നതാണ്. അപ്പൊ ഞാനൊരു ചെറിയൊരു പണി ഒപ്പിക്കാൻ പോകട്ടെ. ക്ലൂ ഒക്കെ ഞാനൊന്ന് ഒളിപ്പിച്ച് വെക്കാൻ പോവാണ്. അപ്പൊ ആ ഒളിപ്പിച്ച് വെക്കുന്ന കൂട്ടത്തിൽ തന്നെ നിന്നെ ഞാനൊന്ന് ഒളിപ്പിക്കാൻ പോവാണ് കേട്ടോ. നിന്നെ ഒളിപ്പിക്കും. അതിന്റെ ഉള്ളിൽ കയറി, ജസ്റ്റ് അതിന്റെ ഉള്ളിൽ കയറിക്കോ. അപ്പൊ ക്ലൂ ഒളിപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നിന്നെ വന്ന് വിളിക്കും. അപ്പൊ നീ വന്നാ മതി. ഓക്കെ? യെസ്. അപ്പൊ നമ്മൾ അവളെ പൂട്ടിയിട്ടുണ്ട്. അപ്പൊ ആ നേരം കൊണ്ട് നമുക്ക് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഒളിപ്പിച്ച് വെച്ച് തരാം. അപ്പോൾ ഗായ്സ്, അപ്പോൾ ഞാൻ 5 ക്ലൂ ഞാൻ പല സ്ഥലത്തായിട്ട് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അവളെ പുറത്ത് വിട്ടിട്ട് നമുക്ക് ആ ക്ലൂ സംഘടിപ്പിച്ച് അവൾക്കുള്ള ഇത് പറഞ്ഞു കൊടുക്കണം. നിർദ്ദേശങ്ങൾ കൊടുക്കുക. കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ ഞാൻ കൊടുക്കും. എന്താവുമെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും അവളെ പുറത്തേക്ക് ഇറക്കാം. ഓക്കെ? യെസ് സോണി, ആവോ മേരി ജാൻ, ഇവിടെ വരൂ. ഇവിടെ വാ, ഇറങ്ങിക്കോളൂ. താങ്കൾക്കുള്ള ആദ്യത്തെ ക്ലൂ ഞാനൊരു സ്ഥലത്താണ് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത്. താങ്കൾ അത് കണ്ടുപിടിക്കണം. ആദ്യത്തെ ക്ലൂ ഞാൻ എവിടെ ഒളിപ്പിച്ചു വെച്ചു എന്നുള്ളത് വെച്ചാല്, നിനക്ക് ഈ ഭൂമിയില് എന്നെ കൂടാതെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു സാധനം. ആ സാധനത്തിന്റെ മേലാണ് ഞാൻ ക്ലൂ വെച്ചിട്ടുള്ളത്. അത് കുറച്ച് ഈസി ആയ ക്ലൂ ആയോ തോന്നുന്നുണ്ട്. എന്റെ കൊച്ച്, നീ എന്ത് മനുഷ്യനാടോ? അതിന്റെ ദേഹത്ത് എന്തിനാടോ വെച്ചേ? ടാസ്ക് അല്ലേ? ഓക്കെ, ഇത് ഓക്കെ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരോട് ആദ്യത്തെ സംഭവം ഞാൻ ഈസി ആക്കും. ഓക്കെ. പാളിപ്പോയി. എന്നാലും കുഴപ്പമില്ല. ക്ലൂ എന്താ നോക്കിക്കോ. നിനക്ക് ആശ്വാസം നൽകുന്ന സ്ഥലം. നിനക്ക് ആശ്വാസം നൽകുന്ന സ്ഥലം എവിടെയാണ്? എനിക്ക് നല്ല ആശ്വാസം. നായിയെ കക്കൂസ്.
എപ്പോ നോക്കിയാലും നിനക്ക് ആ ഒരു വിചാരം മാത്രമേ ഉള്ളൂ അലവലാതി. അതൊന്നല്ല, വിശ്വാസം നൽകുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ് ചിന്തിക്ക്. റൂമാണോ? അല്ല, ഞാൻ പറഞ്ഞാലടി ഒക്കെ. റൂമിൽ പോയി നോക്കിട്ടോട്ടെ. ഞാനൊരു കാര്യം പറയാ, ആ അടുത്തെത്തുമ്പോ ഞാൻ തണുപ്പ് എന്ന് പറയും, മറ്റേടത്താകുമ്പോ ചൂടെന്നും പറയും. അങ്ങനുണ്ട്. ആ അപ്പൊ ഇപ്പൊ എന്താ? ഇപ്പൊ തണുപ്പാണ്. ഇവിടല്ല, തണുപ്പാണ് തണുപ്പാണ് തണുപ്പാണ്. ഇപ്പൊ നല്ല തണുപ്പാണ്. വഴക്കിടുമ്പോ കാറിനകത്ത് പോയിരിക്കും, അതല്ലോണോ? തണുപ്പാണ് തണുപ്പാണ്. അവിടാണോ? നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയിരിക്കുമല്ലോ, അവിടാണോ? ചൂട് വരുന്നുണ്ട്, ചൂട് വരുന്നുണ്ട്, ചൂട് വരുന്നുണ്ട്. അടിയുടെ ഇടയ്ക്ക് എല്ലാം കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ടാവും. ഇപ്പൊ തണുപ്പാണ് തണുപ്പാണ്. ഇപ്പൊ നല്ല തണുപ്പടിക്കുന്നുണ്ട്. കല്ലൊക്കെ പൊക്കിയെടുത്ത് നോക്കേണ്ടി വരും. എന്താ നീ അന്തം വിട്ട് നിക്കണത്? കല്ലിന്റെ ഇടയിലല്ലോ ആണോ? കല്ലിന്റെ അടല്ല, കാലിന്റെ. ഞാൻ പറയണില്ലേ, അവിടെ ചൂടാട്ടോ. ചൂടാണ്. കല്ല് പൊക്കി തരുവോ? താങ്കൾ എന്താ കാട്ടണ്? അതിന്റെ ഉള്ളിൽ നിന്ന് വല്ല പാമ്പും പഴുതാരൊക്കെ വരും കേട്ടോ. വല്ലാണ്ട് കല്ലൊന്നും പൊക്കിയെടുത്ത് നോക്കിയിട്ട് ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ അവിടെ നല്ല ചൂടാണ്, അപ്പൊ പിന്നെ അവിടെ നോക്കിയിട്ട് കാര്യമില്ല. ചൂടാകുമ്പോ അടുത്ത് നോക്കല്ലേ ചെയ്യണ്ടേ? പിന്നെ ഞാൻ ഇവിടെ എത്തി ഗൈസ്. നീ പലക മുഴുവൻ പൊക്കി ഇതാക്കുവോ? അറിയാൻ പറ്റുള്ളൂ. 1, 2 അല്ലല്ലോ, 50,000 രൂപയ്ക്കുള്ള പ്രയത്നല്ലേ. അങ്ങനെ പലതല്ലോ. കിട്ടിയാ? അപ്പൊ അവൾക്ക് അടുത്ത ക്ലൂ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സ്വകാര്യത. നമ്മുടെ സ്വകാര്യത. നമ്മുടെ സ്വകാര്യത. നമ്മുടെ പ്രൈവസി. നമ്മുടെ പ്രൈവസി നമ്മുടെ റൂമല്ലേ? ആർക്കറിയില്ല. നിനക്ക് എന്താണ് തോന്നുന്നത് അത് നിനക്ക് ചെയ്യാം. അലമാരി ഒന്നും അല്ലല്ലോ. പ്രൈവസി. റൂമിൽ പോയി നോക്കാം. വെള്ളമായി. 50,000 രൂപയ്ക്ക് എന്തൊക്കെ കാട്ടണം അവള്. ഇത് എളുപ്പമായിരുന്നു. രണ്ടാമത്തെ ക്ലൂ ഏത് രണ്ടാ? ഇത് ഈസിയാ. പിന്നെ കടന്ന് അവിടെ വരകയറുന്നല്ലോ. അല്ല, അതല്ല പറഞ്ഞേ, നോക്കിയതല്ല പറഞ്ഞേ. ഐ മീൻ എന്താ, ക്ലൂ ആയിട്ട് പറയുമ്പോ എന്താ എഴുതി വെക്കുമ്പോ ഏകദേശം മനസ്സിലാവുന്നുണ്ട്. എന്റെ പണി പാളിയോ? എഴുതിയത് പെട്ടതൊക്കെ ഇതിനകത്തൊന്നും ഇനി ഞാൻ എവിടുന്ന് കണ്ടുപിടിക്കോ? ചൂട് ചൂട് അല്ല തണുപ്പ്. നമ്മുടെ പ്രൈവസി. ഇതെങ്ങനെ? എനിക്കറിഞ്ഞൂടെ, ഞാനിങ്ങനെ നോക്കിയതിന്റെ കൂട്ടത്തിൽ കിട്ടിയതാ. പുല്ല്. ഇതൊക്കെ വളരെ ഈസി ആയിട്ട് കിട്ടുന്നുണ്ടല്ലോ എനിക്ക്. ഞാനില്ല ഈ ഇതാണെന്നുണ്ടെങ്കിൽ ആദ്യം ഒളിപ്പിച്ചു വെക്കണം. ഖജനാവ്. അലമാരി അല്ലേ? നമ്മുടെ ഖജനാവ് അലമാരിയാണല്ലോ. ആണോ? എന്താ അറിയില്ല, ഭയങ്കര ചൂട്. ചൂടേ ചൂട് ചൂടേ ഖജനാവ്. ചൂടേ. ഞാൻ ഖജനാവ് എന്നൊക്കെ പറയുന്നത് നമ്മളൊക്കെ ഒരു ഫലിതങ്ങളൊക്കെ ആയിട്ട് ആൾക്കാർ കൂട്ടും. ബാത്റൂം എങ്ങനെ ഞാൻ പറയും. ഈ അലമാരി ഒന്നും അല്ലല്ലോ. ചൂടാ തണുപ്പാ? ചൂടാ തണുപ്പാ? തണുപ്പ്, പക്ഷെ ചൂടുണ്ട്. ഏറ്റവും കൂടുതൽ ഇപ്പൊ ചൂടിന്റെ സൈഡാണ്. ലേശം ചൂട് വരുന്നുണ്ട്, ലേശം ചൂട് വരുന്നുണ്ട്, ലേശം ചൂട് വരുന്നുണ്ട്, ലേശം ചൂട്. തണുപ്പ് തണുപ്പേ. ക്ലോസറ്റിന്റെ ഉള്ളിലോ? എന്താ പറയുന്നത്? അവർക്ക് ഞാൻ അടക്കിയത് ആൾക്കാര് കാണണ്ട, നാണക്കേടാ. അതല്ല, ക്ലോസറ്റ് അടക്കാൻ. അറിയത്തില്ലല്ലോ എവിടൊക്കെയാണെന്നോ അതൊന്നും പറയാൻ പറ്റൂല. എന്താണ് അവസ്ഥ? നല്ല തണുപ്പാട്ടോ സത്യം പറഞ്ഞാ. ബാത്റൂം നല്ല തണുപ്പുണ്ട്. എന്താണല്ലോ ഇതാണല്ലോ. എന്തൊക്കെയോ സോണി തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. കാര്യമായിട്ടൊന്നും കിട്ടുന്നില്ല. കേറാൻ പറ്റും. കാട്ടുന്നത് എന്താണ് താങ്കൾ കാട്ടുന്നത്? എനിക്കറിയില്ല. ഇതൊക്കെ കൊള്ളാലോ. ഇതിപ്പോ ഇതൊക്കെ ഫുള്ള് ഞാൻ പറഞ്ഞു തരാണെങ്കിൽ ഇപ്പൊ എന്താ അവസ്ഥ? அது எங்க வேணாலும் இருக்கலாம் சோனி. இந்த கண்ணாடி கூட இருக்கலாம், ஷாம்பு போட்டில் இருக்கலாம், ஏன் க்ளோசட்டுக்குள்ள வேற இருக்கலாம், ஏன்னா இங்க வேணா கூட இருக்கலாம். എന്താ ഇതിന്റെ മണ്ടയ്ക്കൊന്നും അതിന്റെ മണ്ടയ്ക്കൊക്കെ നോക്കി അവിടെ ഒന്നും ഇല്ല. നല്ല തണുപ്പ്.
ഈശ്വര, ഇത്ര അടുത്ത് ഇരുന്നിട്ട് ഈ പൊട്ടിക്ക് ഇത് കാണാൻ പറ്റണില്ലല്ലോ. എന്താ കിട്ടിയില്ലേ? ആ, എന്റെ അണ്ടർവെയറിന്റെ ഉള്ളിലുണ്ട്. നായി എന്റെ അടുത്തൊന്നും ഇല്ല, പോന്ന്. ഓ എന്തേ എന്ത് അതാ ഇക്കങ്ങ എടുത്തരുമ്പോ ഞാൻ എടുത്തരില്ല. ഇക്കറിയില്ല. അയ്യ നോക്ക്, അതൊക്കെ എന്റെ കഴിവാണ്. ആ പിന്നെ വെറുതെ കണക്ക് 50,000 കിട്ടണ്. യെസ്, ഫൈനലി സോണി എത്ര മൂന്നാമത്തെ ക്ലൂവും കണ്ടു. അങ്ങനെ ഫൈനലി അവൾക്ക് മൂന്നാമത്തെ ക്ലൂ കൂടെ കിട്ടി. എന്റെ കോലം കണ്ടിട്ട് എന്താ തോന്നുന്നേ? ഒന്നും തോന്നുന്നില്ല, പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല. അടുത്ത ക്ലൂ, നിന്റെ അന്നത്തിലാണ് നിനക്കുള്ള നിധി. യെസ്, നിന്റെ അന്നത്തിലാണ് നിനക്കുള്ള നിധി. അരിപാത്രത്തിലും വല്ലതും ആണോ? അതൊന്നും പറയാൻ പറ്റില്ല. എന്താ ഇത് ചീറ്റിങ് കേട്ടോ. കൊറേ നേരമായിട്ട് ഇന്റെ അടുത്ത് തന്നെ എല്ലാതും ചോദിക്കുന്നുണ്ട്. എന്ത് വാങ്ങി ഞാൻ ഇവിടെ വന്നിക്കണ്. അരിപ്പാത്രത്തിൽ അരി പോയിട്ട് ചെക്ക് ചെയ്യുന്നു. തന്തപ്പടി റേഷൻ മേടിച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. ഈ അരി പോയിട്ട് ഇനി കൈയിട്ട് ഇളക്കില്ല. കിട്ടിയാ? ഫ്രിഡ്ജിലും അന്നുണ്ട് വിചാരിച്ചിട്ടാണോ ഫ്രിഡ്ജിൽ നോക്കണ്? എന്താ ചോറോ? പാവി, ചോറിനകത്ത് പൊയ്ക്കാടുന്ന്. ചോറിനകത്തൊന്നും ആയിട്ടില്ല. പക്ഷെ ഇവിടെ ഇപ്പൊ നല്ല ചൂടാണ്, അതാണ് സത്യം. പ്രേക്ഷകർക്ക് ഞാൻ ക്ലൂ കാണിച്ചു കൊടുത്തു. പക്ഷെ നിനക്ക് കണ്ടുപിടിക്കാൻ നീ കുറച്ച് ഇവിടെ ഉണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ അവിടെ നിന്ന് തൊട്ടിട്ട് ഇതുവരെ വന്നൊക്കെ ഞാൻ ക്യാമറ കാണിച്ചിട്ട് അപ്പൊ എവിടെ ഉണ്ടെന്ന് പറയാൻ പറ്റും. പ്ലേ ബട്ടന്റെ ഇതിനകത്ത് കവറിലേ എന്താ പ്ലേ ബട്ടൺ കണക്ക് അന്നം തരുന്നത്? യൂട്യൂബ് അല്ലേ? അതിനകത്തൊക്കെ ഉണ്ടെന്ന്. എന്താ എന്റെ കഥ? ഫോണിനകത്താണോ? ഫോണിനകത്തല്ല മെസ്സേജ് എല്ലാം ഇട്ടിട്ടുണ്ടോ ഇനി? അതെ, നിനക്ക് ഞാൻ ഗൂഗിൾ പേ 5,000 അയച്ചിട്ടുണ്ട്. പോടി മരമാക്കി. പ്ലേ ബട്ടണില്ല. പ്ലേ ബട്ടണോ? അതിലൊന്നല്ല, അതിലല്ല. നീ പറയുന്നതിന് എന്താ മറ്റേ ചൂടാണ് അവിടെ. നോക്കൂടെ? ചൂടാണ്, 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 ചൂടാണ്. അയ്യോ, എന്റെ 50,000 പോയേ, എന്റെ 50,000 പോയേ. എന്നാലും നിനക്ക് എങ്ങനെയാ അവിടെയാണ് എത്തിയത്? നമുക്ക് അന്നം തരുന്നത് നമ്മുടെ യൂട്യൂബാണ്. ഓ, അന്നം തരുന്നത് യൂട്യൂബ് ആയതുകൊണ്ട് യൂട്യൂബിന്റെ പിന്നിൽ വിശ്വസിച്ചില്ലേ? കൊള്ളാം കൊള്ളാം, നിന്റെ ബുദ്ധി കൊള്ളാം. അയ്യേ, 50,000 പോയി. ഓക്കെ, അപ്പൊ ഗായ്സ്, ക്യാഷ് ഹണ്ടർ എന്നുള്ള ഗെയിമില് വളരെ സാഹസികമായി കഷ്ടപ്പെട്ട് ജയിച്ചു എന്നൊന്നും പറയാൻ പറ്റൂല കേട്ടോ. ഞാൻ പാവല്ലേ അതല്ലേ വിചാരിച്ചിട്ട് അവൾക്ക് ഞാൻ ഒരു സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ഇതൊക്കെയാണ് ഇട്ടുകൊടുത്തത്. ഇതിലും വലിയ സാഹചര്യമുള്ള ക്വസ്റ്റ്യൻസും വേണമെങ്കിൽ ടാസ്ക് ഒക്കെ വേണമെങ്കിൽ എനിക്ക് കൊടുക്കാറുണ്ട്. പിന്നെ ഭാര്യല്ലേ, ചെലവിന് 50,000 എന്നോട് മിഞ്ഞാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തെങ്കിലുമൊക്കെ കൊടുക്കണല്ലോ. പിന്നെ അതുകൊണ്ട് ഞാന് ചെലവിന് 50,000 രൂപ വെറുതെ നീ ചുമ്മാ അടിച്ചു പൊളിക്കേ, നീ ആഘോഷിക്കടി. അപ്പൊ അതിന് നമുക്ക് എന്തെങ്കിലും കൊടുക്കണല്ലോ വിചാരിച്ചിട്ട് അപ്പൊ ഞാൻ ഗെയിം ആക്കി വെച്ചെന്നുള്ളൂ. വേറെ ഒന്നുമില്ല, ഞാൻ വലിയ കാര്യമായിട്ടൊന്നുമില്ല. അതിൽ ഏറ്റവും രസം തരാം, ടോട്ടൽ 5 ക്ലൂ ഉണ്ടെന്നല്ലേ ആദ്യം പറഞ്ഞത്. ഒരു ക്ലൂ ഉള്ളത് കാറിന്റെ ഉള്ളിലുണ്ട്. പക്ഷെ ഞാൻ അത് പറഞ്ഞു കൊടുക്കാൻ വിട്ടുപോയി. അതിലേക്ക് കണക്ട് ആയില്ല. അതിലേക്ക് കണക്ട് ആവാതെ വേറെ രീതിക്കൊക്കെ ഒരു ക്ലൂ പോയത്. അപ്പൊ അത് വിട്ടുപോയി. അത് 4 ക്ലൂലേ ഉള്ളൂ കേട്ടോ. എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കും അല്ലേ? എന്നൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ പിന്നെ അങ്ങനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങള് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങള് വരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ പിന്നെ ഈ ഒരു പ്രാങ്ക് നിനക്ക് എല്ലാവർക്കും നിനക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു അല്ലേ? ഇതൊരു പ്രാങ്ക് ആയിരുന്നു, സത്യമായിട്ട് ഇത് പ്രാങ്ക് ആയിരുന്നു. ഇത് ആ പോണതായി. ഓക്കെ ഗായ്സ്, അപ്പൊ ക്യാഷ് അവള് കൊണ്ടായി. അപ്പൊ ഞങ്ങൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ അതുവരെ
ബൈ.